2:37. ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. Acts 2:37. When they heard it, they were cut to the heart. ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്ത് കേട്ടിട്ടാ? നമ്മളൊരാൾ പറയണമല്ലോ കാര്യങ്ങൾ. ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയാതെ. പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചവൻ പറയുന്നത് കേട്ടു, കർത്താവിൻ്റെ ആത്മാവുള്ള ദൈവത്തെ അറിയുന്ന ഒരു കൂട്ടത്തിനകത്താണ് ഞാനും വളർന്നു വന്ന്, ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചു കൂടും, പക്ഷെ ഒരിക്കലും ആരും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലെന്ന്. ഇറ്റ് ഈസ് റിയലി സാഡ് ഇല്ലേ? യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയാതെ ഞാൻ വലിയ നല്ലവനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടക്കുന്നത്. നമ്മളത് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കണം, ഞാൻ ആരാണ്, ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്, ആ പുള്ളിക്കാരി ആരെയാണ് മാർക്കറ്റിൽ പോയാലും വെജിറ്റബിൾ വാങ്ങിച്ചാലും മുട്ടക്കട കയറിയാലും പുള്ളിക്കാരി പറയും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചിലർക്കൊരു വരമാണ്. അറ്റ്ലീസ്റ്റ് ഈസ് ഡൂയിങ് ദാറ്റ്. നമ്മളെന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ദിനംപ്രതി അവനെക്കുറിച്ച് പറയാൻ എല്ലാവരും ശ്രദ്ധ വെച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമി എത്രമാത്രം മാറിപ്പോയേനെ. അത് അടിച്ചേൽപ്പിക്കുകയല്ല, നമ്മളിലുള്ള ആ സ്നേഹത്തിൻ്റെ പ്രകടനം നമ്മളിൽ കൂടെ പുറത്തോട്ട് വരാനൊരു സാക്ഷിയാക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയം കുത്തുകൊണ്ട്. എന്ത് കേട്ടിട്ട്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെ പെന്തക്കോസ്ത് നാളിൽ എല്ലാ ശിഷ്യന്മാരിലും കടന്നു വന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരും പരിശുദ്ധാത്മ, അതായത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അതായത് പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒരേ സ്ഥലത്ത് കൂടിയിരുന്നു. ഏകദേശം 120 പേർ ഒരു സ്ഥലത്ത് ഇരുന്നിടത്ത് പരിശുദ്ധാത്മാവ് അഗ്നി പോലെ തീജ്വാല പോലെ അവരുടെ മേൽ 120 പേരുടെ മേലും വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവ് വന്നു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിൽ പരിശുദ്ധാത്മാവ് അപ്പുറത്തുള്ളവരിലുണ്ടെന്നുള്ളൂ. എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് തന്നെ വന്ന് വസിക്കണം. വേറൊരാൾക്കുള്ളതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല. ദിസ് ഈസ് എ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് വിത്ത് ദ ലിവിങ് ഗോഡ്. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധം എനിക്കും ദൈവവുമായിട്ടുള്ള ദൈവത്തിനറിയാം, എനിക്കും അറിയാം. പക്ഷേ ഇത് നമ്മൾ ഉറപ്പിച്ചില്ല എങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ദിനംപ്രതി ഇത് ഉറപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോകും. വി നീഡ് ടു ബി അസേർട്ടീവ് ഇൻ ദിസ്. ഇതെല്ലാം കഴിഞ്ഞ് പത്രോസ് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും ക്രിസ്തു ആരാണെന്നും ഒക്കെ അവരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങി. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പം നമ്മൾ പറയുന്നത് നമ്മുടെ ബുദ്ധിയല്ല, പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനെ എത്ര പേര് നമ്മൾ ഒത്തിരി പഠിച്ചു കഴിഞ്ഞിട്ട് വചനം അവിടെ ഇവിടെ എടുത്ത് പറയുന്നതിലല്ല. വചനം പഠിക്കണം, പുറകിൽ എല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ പരിശുദ്ധാത്മാവ് ചിലപ്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അത് മാത്രം പറയാനുള്ള ഒരു ഡിപ്പെൻഡൻസി അപ്പോൺ ഗോഡ്. ദൈവത്തെ അങ്ങേയറ്റം ആശ്രയിക്കുക. അത്രയും പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ചിലപ്പോൾ വചനം പറയാൻ പോകുമ്പം എനിക്കറിയാം ആത്മാവ് ഇങ്ങനെ ഒന്ന് ലീഡ് ചെയ്തിട്ട് കുറച്ച് മറുതാ പറയാം അത്രയും മതി എന്നൊന്ന് പറയും. അത്രയും ഇപ്പം ഞാൻ ഇത്രേ പറയാൻ ദൈവം പറയുന്നുള്ളൂ. എങ്ങനെയാണ്? ബിക്കോസ് ഹീ ഈസ് ദി ഒറിജിനേറ്റർ, ഹീ ഈസ് ദി ഓതർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത് ഇല്ലേ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതുമായ യേശുവാണ് എന്നിൽ വസിക്കുന്നതെങ്കിൽ ഓരോ സമയത്ത് എന്നാ വേണ്ടിയത് പരിശുദ്ധാത്മാവാണ് പറയിപ്പിക്കേണ്ടത്. നമ്മുടെ ആവനാഴിയിൽ ഇഷ്ടം പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. പക്ഷെ ഓരോ തക്ക സമയത്ത് എന്താ പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാ. അപ്പോൾ പത്രോസ് ഇവിടെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച, പുറകിലോട്ട് ഞാൻ പോവുകയാണ്, 2 അപ്പോസ്തലപ്രവൃത്തി 2:36. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ. ആരാണ്? ഇസ്രായേൽ ജനത്തോട് തന്നെ സംസാരിക്കും. നിങ്ങൾ അറിയുവീൻ, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് നിങ്ങളുടെ രക്ഷിതാവ്. ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി. കർത്താവായിട്ട് അവന് ലോഡ്ഷിപ്പുണ്ട്, അവൻ രക്ഷകനായിട്ട് മതി. അപ്പോൾ യേശു എന്ന് പറയുന്ന പാപപരിഹാരകനാണ് യേശു എന്നുള്ള പേര്. കർത്താവ് കർത്തൃത്വം നടത്താണ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ അഭിഷിക്തനാണ്. അപ്പോൾ ഈ ദൈവം ഈ ദൈവത്തെയാണ് നിങ്ങൾ ക്രൂശീകരിച്ചത് എന്ന് പത്രോസ് ആത്മാവിൽ പറഞ്ഞപ്പോൾ
ഇതിപ്പോൾ ഞാനും പറയുന്നുണ്ട്, ലോകമല്ല ഇന്നും പറയുന്നുണ്ട്. പക്ഷെ പത്രോസ് പരിശുദ്ധാത്മാവിൽ പറഞ്ഞപ്പോൾ ദൈവനിയോഗപ്രകാരം അവരുടെ ഇരുന്ന് വന്നവർ, പെന്തക്കോസ്ത് ദിവസത്തിൽ വന്ന എല്ലാവരും ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഹൃദയത്തിനകത്ത് വന്ന് കൊള്ളണം. ഇറ്റ് ഷുഡ് പിയേഴ്സ് ദ ഹാർട്ട്. അതെങ്ങനെ ചെയ്യും? നമുക്കൊരിക്കലും ചെയ്യാനൊക്കത്തില്ല. ഞാൻ ഒരു സത്യം, ഈ വർഷങ്ങളോളം പഠിച്ച ഒരു സത്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു വ്യക്തിയെ നമ്മൾ പറഞ്ഞു മാറ്റാനൊക്കത്തില്ല. നമ്മളെന്നെ നെഞ്ചത്തടിച്ച് കരയോ, അല്ലെങ്കിൽ നമ്മൾ ഉറക്കെ പറയുകയോ കരയോ അല്ല പാട്ട് പാടുകയോ എന്തൊക്കെ ചെയ്താലും നമുക്കൊരു വ്യക്തിയെ മാറ്റാനൊക്കത്തില്ല. ആ ജോലി പരിശുദ്ധാത്മാവിൻ്റെയാണ്. പക്ഷെ നമ്മൾ പറയണം. അവരോട് പറഞ്ഞിട്ട് ഒരു ഗുണമില്ല. പറയുക, ഒരു അവസരം ഉണ്ടാക്കി പറയുക. അല്ലെങ്കിൽ അവരുടെ മേലേക്ക് പരിശുദ്ധാത്മാ പ്രവർത്തിച്ചിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വളരെ വിനയമായിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി. അത് ദൈവം ഏറ്റെടുക്കും. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണ്. അങ്ങനെ ചെയ്യുന്ന പലരുണ്ട്. നമ്മളൊരു അവസരം നോക്കി ദൈവത്തോട് പറഞ്ഞിട്ട് കർത്താവ് അവസരം തരുമ്പം നമ്മൾ അത് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എത്ര കറക്റ്റല്ലേ? എന്താണ് ഭർത്താവ് പറയുന്നത്? മാനസാന്തരപ്പെടണം. മാനസാന്തരം വെച്ചാൽ മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാക്കുന്നതായിരിക്കണം. ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി ക്രൂശ് മരിച്ചത്. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ തള്ളിപ്പറഞ്ഞത്. ആ ക്രിസ്തു ഇല്ലെങ്കിൽ എനിക്കൊരു ജീവനില്ല. അതുകൊണ്ട് എൻ്റെ തലമുറകൾക്കും ഈ ക്രിസ്തു ഉണ്ടായിരിക്കണം എന്നുള്ള ഉറപ്പ് വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ ആത്മാവ് തലമുറയിലേക്ക് പാസ് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിൽ ഉറക്കുകയാണ്. ഈ ഉറപ്പ് നമ്മളിൽ വരുമ്പോൾ, ഞാൻ ഈ ഗിബ്രാൾട്ടർ പാറ പോലെ, ഉറച്ച പാറ പോലെ ഞാനിവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോൾ പിന്നെ എന്തൊക്കെ വന്നാലും ഞാൻ അനങ്ങത്തില്ല. ആ ഒരു ഉറച്ച പാറ ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവിലാണ് ഞാൻ നിൽക്കുന്നതും എന്നുള്ള ഉറപ്പാണ് എൻ്റെ ബലത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണ്, അവൻ എൻ്റെ നിന്ന് മാറിപ്പോകുന്നില്ലെന്നേ. അത് പഴയ നിയമത്തിൽ. ഇന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ ഇട്ടുവെച്ച് പോകത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഹൃദയങ്ങൾ കല്ലുപോലിരിക്കുന്ന ഹൃദയം, നമ്മൾ ഈ ജെറമയ പറയുന്നുണ്ട് 36:24, ഞാൻ നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസള ഹൃദയമാക്കി തരും. പെന്തക്കോസ്ത് ദിവസത്തിൽ അവർ ദൈവത്തെ അന്വേഷിച്ചു വന്നതാണ്. ആദിഫലം ആരാണ്? ക്രിസ്തുവാണ്. കർത്താവ് പറയുന്നത് പാപബോധമുണ്ടാകണം, മാനസാന്തരം. ഈ പാപബോധം, മാനസാന്തരം ദൈവസന്നിധിയിൽ കമന്ന് കടന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവമേ, മാനസാന്തരത്തിന് തക്കതായ പ്രവർത്തനം അവരുടെ ഹൃദയത്തിൽ വെത്തുവാൻ നീ എന്താന്ന് വെച്ചാൽ ചെയ്യണം. ഇരുമ്പോടാമുളെ കണ്ണിച്ച് താമ്രവാതിലെ ഒട്ടച്ചു മാറ്റി ദൈവത്തിൻ്റെ നേരെയുള്ള വഴിയിലേക്ക് കുഞ്ഞുങ്ങൾ നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അത് ഏറ്റെടുക്കുകയാണ്. സമൂഹം, നമ്മുടെ കൂടെയുള്ളവർ ഈ ദൈവത്തെ കാണണം. ഒരു യുദ്ധമുണ്ട്, പക്ഷെ ജയം നിശ്ചയമാണ്. ജീവിതത്തിൽ ഞാൻ 1987 അതിനു മുമ്പ് വലിയ ക്രിസ്ത്യാനിയൊക്കെ ആയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതെന്നാണ്. എനിക്ക് ഉറപ്പുണ്ട്. ചില ദിവസങ്ങൾ പറഞ്ഞ് ഒരു അമേരിക്കൻ മിഷനറി വന്നിട്ടാണ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. നമ്മൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തു ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ക്രിസ്തുവൊക്കെ ഉണ്ട്. ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായി. മനസ്സിലായി? അവർ പറഞ്ഞു, അങ്ങനെ സംശയത്തിൽ ജീവിക്കാനൊക്കത്തില്ലെന്ന്. അത് പറഞ്ഞ് എനിക്ക് ഒരാഴ്ച തരുന്നെന്ന് പറഞ്ഞു. ഒരാഴ്ച തന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച ചിന്തിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരാഴ്ച ഞാൻ നോക്കിയിരിക്കുകയാണ്. കാരണം ഐ ആം ഓൾറെഡി റെഡി. അതായത് ഹൃദയത്തിന് കുത്തുകൊണ്ട് ചില ചോദ്യങ്ങൾ വരുമ്പം. അങ്ങനെ അടുത്ത ഒരു ബുധനാഴ്ച അവർ വീട്ടിൽ വന്നു. അവരെന്നെ കൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8, 9 തൊട്ട് 10 വരെയുള്ള വാക്യം വായിച്ചു. 1 യോഹന്നാൻ 5:17, 11 തൊട്ട് 17 വരെയുള്ള 11 തൊട്ട് 13 വരെയുള്ള വാക്യം വായിപ്പിച്ചു. എന്നിട്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്ന് ഏറ്റുപറഞ്ഞെന്ന് എഴുതിയിടാൻ പറഞ്ഞു. എന്നൊന്ന് പോലെ ഓർക്കുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് കമ്മിറ്റ്മെൻറ്റ്. കവനൻ്റ് എടുക്കുകയാണ്. അത് എപ്പോഴും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ അറിയണം, വചനാടിസ്ഥാനത്തിൽ ഞാൻ യേശുവിൻ്റെ മകളായി. ഹൃദയത്തിലൊരു കുത്തുകൊള്ളണം, മാനസാന്തരം ഉണ്ടാകണം, പാപബോധം ഉണ്ടാകണം.
സ്നാനം ഏൽക്കണം. സ്നാനത്തിൻ്റെ കർത്താവിൻ്റെ സ്നാനം എപ്പോഴാണ് ഏൽക്കുന്നത് അവനവൻ്റെ തീരുമാനം. പക്ഷേ കർത്താവിൻ്റെ സ്നാനം ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ദൈവത്തിൽ നമ്മുടെ പാപങ്ങളെ കഴുകണം. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തെ ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ പ്രാപിക്കണം. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണല്ലോ വ്യത്യാസം വരുന്നത്. ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് എന്ത് യേശുവിനെക്കുറിച്ച് പറയണം. പിന്നെ പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ്. ഒരു സാഹചര്യം ഉണ്ടാക്കുക, അത് ദൈവം ഉണ്ടാക്കി തരും. ഞാൻ പറയാം, കർത്താവ് തന്നെ ആത്മാവിൽ പറയുന്നത് വിളവ് നിറഞ്ഞ് കിടക്കുകയാണ്, പക്ഷേ കൊയ്ത്തിന് ആളുകളില്ല. വയലിലേക്ക് ഇറങ്ങാൻ ആളുകളെ ഇറക്കണമേ. കർത്താവേ, അനേക മക്കൾ യേശുവിന് വേണ്ടി, ഏത് ജോലി ആയിക്കോട്ടെ, നമ്മുടെ സാഹചര്യങ്ങൾ ഏത് ജോലിയാകട്ടെ, യേശുവിനെ ധൈര്യമായിട്ട് എത്ര പേര് പറയും. ഉന്നത പദവി ഇരിക്കുന്ന എത്ര പേര് എനിക്കറിയാം, ക്രിസ്ത്യാനികൾ. അവർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് യേശുവാണ് എൻ്റെ ബലമെന്നൊരു വാക്യം പറഞ്ഞാൽ പോരെ, ഒറ്റ വാക്ക്. അതായിരിക്കും ഒരു ചഞ്ചലിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിന് ആവശ്യമുള്ളത്. ശരിയാ, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ ഹൃദയത്തിൻ്റെ ആ ഉള്ളിലെ കാന്ത്, ആ ബലം ദൈവത്തിൻ്റെ ആത്മാവിലാക്കണമെങ്കിൽ നമ്മൾ ഉറപ്പുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കണം, യേശുവാണ് നിൻ്റെ ബലം, എൻ്റെ ബലം അതാണ് എന്ന് പറയുമ്പം അവർ ഇമിറ്റേറ്റ് ചെയ്യും. പത്രോസ് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അത് വിളിച്ച് പറഞ്ഞു. അതുവരെ പത്രോസിന് പറയാൻ സാധിച്ചില്ല. നമുക്കും പരിശുദ്ധാത്മാവ് വന്നു. ഞാൻ ഓർക്കണേ, കാത്തിരിപ്പിൻ്റെ ഈ ദിവസങ്ങൾ സമയമാണ്. 50 ദിവസം പെന്തക്കോസ്തി വരികയാണ്. എത്ര പേർ ഉറപ്പോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു? അതിനെത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന പോലെ ഒന്നും ചെയ്യാതെ ക്രിസ്തുവിൽ താഴ്മപ്പെട്ട് നമുക്ക് യേശുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു കുത്തുകൊള്ളണം. എന്തുമാത്രം നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറിയ യേശു, പിതാവാം ദൈവം തൻ്റെ സ്നേഹവാനാകുന്ന പുത്രനെ, ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മൾ തന്നെ യേശുവിനെ ക്രൂശിന്മേൽ കയറ്റി. അവൻ ക്രൂശിന്മേൽ കടന്നപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം ദൈവം സകലതും പൂർത്തിയാക്കിയിട്ട് സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ഈ യേശു അയച്ചു തന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങൾക്ക് ശ്രദ്ധ തരണം. ജാഗരിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം. അവനവൻ്റെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കാനുള്ള ശക്തി തരണം. സമൂഹമായിട്ട് പ്രാർത്ഥിക്കാൻ നീ ആളുകളെ മാടി വിളിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തെ മറന്ന് സ്വാർത്ഥതയോടെ സ്വയപ്രശംസയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ മാറ്റിയൊക്കത്തുള്ള അഴിച്ചു പണിയണേ കർത്താവേ. അവിടെ ഒരു അഴിച്ചുപണി ചെയ്യാൻ നിനക്ക് കഴിയും അപ്പച്ച. സ്വാർത്ഥമായ ചിന്തകൾ കയറി വരുന്ന ദിനം പ്രതി അഴിച്ചു മാറ്റി ശുദ്ധമാക്കണമേ. അതെൻ്റെ നദി വിശുദ്ധ നദി, അത് ജീവനദിയാണ്. അത് ഒഴുകേണ്ടത് വിശുദ്ധ സ്ഥലത്താണ്. ഞങ്ങളാകുന്ന വ്യക്തികളെ ശുദ്ധീകരിക്കണമേ. തലമുറകളിലേക്ക് അത് പാസ് ചെയ്യാൻ ഒരു പൈതൃകം അത് പാസ് ചെയ്യത്തക്കവണ്ണം, ഒരു പാരമ്പര്യമാക്കി മാറ്റാൻ തക്കവണ്ണം അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകുന്ന ഭൂമിയാക്കണം ഞങ്ങളെ. മുൻ തലമുറകളുടെ പ്രാർത്ഥനയാണ് അടുത്ത തലമുറകളുടെ ബലം. ഞങ്ങളെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വരവിന് വേണ്ടി ആ കർത്താവിൻ്റെ പെന്തക്കോസ്തി ദിവസത്തിൽ കർത്താവ് മാർക്കോസിൻ്റെ മാളികയിൽ വന്ന് പ്രത്യക്ഷമായതുപോലെ ഇന്നും തലമുറകളുടെ മേൽ വന്ന് പ്രത്യക്ഷമായ ദൈവം. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ, അവർ പഠിക്കുമ്പോൾ, അവർ കിടക്കുമ്പോൾ, അവരൊരു ജോലിക്ക് പോകുമ്പോൾ, അവരെവിടെ ഇരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന് ചെന്ന് തൊടാൻ സാധിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. തലമുറകളിലേക്ക് ഇത് പാസ് ചെയ്യണം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, വിശ്വസ്തനായ ദൈവത്തിൻ്റെ ആത്മാവിനെ അവർക്ക് ഇട്ടുകൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ സകലരുടെ മേലും ആത്മാവിനെ പകർന്നുതരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് അനേക മക്കളിലേക്ക്, തലമുറകളിലേക്ക് ഈ ആത്മാവിനെ കൊടുക്കുന്നു. നാഥൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. തീക്ഷ്ണമായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.